PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ PSC പ്രിന്റിംഗ് വകുപ്പിലേക്കുള്ള എറണാകുളം ജില്ലയുടെ അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്ന തസ്തികയിലേക്കുള്ള എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള എല്ലാ 4 ജില്ലകളുടെ ആകെ ഉണ്ടായിരുന്നുള്ളൂ, അത് 4ഉം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 446/2023 ആണ്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ടൈം കീപ്പർ, പ്രിന്റിംഗ് ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 ആണ്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റ്, അതായത് കോമൺ മെയിൻ എക്സാമിനേഷൻ 10th ലെവലിന്റെ എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ OMR പരീക്ഷ നിങ്ങൾക്കറിയാലോ, 28-12-2024, പിന്നെ ജനുവരി 11, 2025, ജനുവരി 25, പിന്നെ ഫെബ്രുവരി 8. അപ്പോൾ ഈ തീയതികളിലായിരുന്നു ഇതിന്റെ പരീക്ഷകൾ നടന്നത്. അപ്പോൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് PSCയുടെ സൈറ്റിൽ നോക്കി വെരിഫൈ ചെയ്യുക. ഉണ്ടെങ്കിൽ മെയിൻ എക്സാമിനേഷന് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ്, അല്ലാതെ സ്കോറിൻ്റെയോ റാങ്കിൻ്റെയോ അടിസ്ഥാനത്തിലൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഈ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറയണത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല, മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൽ ഈ കോമൺ പ്രിലിമിനറി എക്സാം 10th ലെവലിൽ ടോപ്പ് മാർക്ക് വാങ്ങിയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ്, അവരുടെ രജിസ്റ്റർ നമ്പറാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയണത് 64.16 മാർക്കും അതിന് മുകളിലും ഈ OMR ടെസ്റ്റിലെ സ്റ്റാൻഡർഡൈസേഷന് ശേഷം കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് അവരുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ക്ലെയിം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഈ മാർക്ക് താഴ്ത്തിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെയുള്ളവർ അവരുടെ റിസർവേഷൻ അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ്, അതൊക്കെ വെരിഫിക്കേഷൻ്റെ ടൈമിൽ ഹാജരാക്കണം. ഇല്ലെങ്കിൽ അത് അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ ഇത് പറഞ്ഞല്ലോ, സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടാണ് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള മാത്രം. ഇനി അതുപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഈ ഡോക്യുമെന്റ്സ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ആൻസർ സ്ക്രിപ്റ്റിന്റെ റീവാലുവേഷൻ അനുവദിക്കുന്നില്ല. പക്ഷേ റീചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി പേയ്മെന്റ് ആയിട്ട് 85 രൂപ PSCയുടെ വെബ്സൈറ്റിൽ കൂടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആ പോർട്ടൽ വഴി റീചെക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. അത് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യണം. അതായത് ലാസ്റ്റ് ഡേറ്റ് 21/5/2025 ആണ്. അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി, ഈ OMR ആൻസർ ഷീറ്റിന്റെ പാർട്ട് എയും പാർട്ട് ബിയുടെയും ഫോട്ടോ കോപ്പി എടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി ഒഫീഷ്യൽ വെബ്സൈറ്റ് PSCയുടെ 335 രൂപ ഫീസ് റെമിറ്റ് ചെയ്തിട്ട് പേയ്മെന്റ് ആയിട്ട് ആ പോർട്ടലിലുള്ള 15 ദിവസത്തിനകം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റും. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 21/5/2025 ആണ്. പിന്നെ ഏത് രീതിയിലുള്ള ഫീ പേയ്മെന്റും അനുവദിക്കുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.